നിങ്ങൾ എനിക്കൊരു 1,00,000 രൂപ താ, ഞാൻ നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 93,000 റുപ്പീസ് തിരിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും 1,00,000 രൂപ തരുമോ? ഒരിക്കലും ഇല്ലല്ലേ. കാരണം തരുന്ന പൈസേനേക്കാൾ വളരെ കുറവാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് തരുന്ന പൈസ, അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. റൈറ്റ്? ദിസ് ഈസ് ദി സെയിം തിങ് ഹാപ്പനിങ് വെൻ യു ആർ കീപ്പിംഗ് യുവർ മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പൈസ ഇടുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഇസ് എ സൈലന്റ് കില്ലർ. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. ഒരു 7% ആവറേജ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 1,00,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇതേ സമയമാകുമ്പോൾ നിങ്ങളുടെ ആ ബാങ്ക് അക്കൗണ്ടിൽ 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 93,000 സാധനമേ വാങ്ങാൻ പറ്റുള്ളൂ. ഹൗ ഡു യു സോൾവ് ദിസ്? ഇൻവെസ്റ്റ്. നിങ്ങൾ പൈസ ബാങ്കിൽ കീപ്പ് ചെയ്യരുത്. ബാങ്ക് ഇൻസ്റ്റന്റ് ആവശ്യങ്ങൾക്കുള്ള പൈസ കീപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. മ്യൂച്വൽ ഫണ്ട് ഓർ ഇൻഡെക്സ് ഫണ്ട്സ് ഓർ വാട്ട്സോവർ ഇസ് ദി റൈറ്റ് പ്ലേസ് ടു ബി വെർ യുവർ ഫണ്ട് ഷുഡ് ബി റെസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ യു വുഡ് ഗെറ്റ് സംവെയർ അറൗണ്ട് ഒരു ആവറേജ് 12% ആനുവലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് വുഡ് ബി സംവെയർ അറൗണ്ട് 5-6%. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും അതിൻ്റെ മുകളിൽ റവന്യൂ ബിൽഡ് ചെയ്യാനും നമുക്ക് പറ്റും. അല്ലാതെ നമ്മൾ നിങ്ങളുടെ ബാങ്കിൽ ഇടുകയാണെങ്കിൽ യു ആർ ഹാവിങ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആലോചിക്കുക, ശ്രദ്ധിച്ച് തീരുമാനം എടുക്കുക.